ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മൾ ചൂടൊക്കെ അല്ലേ, ഒരു ഷേക്ക് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പണ്ട് തൊട്ടേ ഉള്ള നോർമൽ ഷാർജ ഷേക്ക് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് കുറേ എല്ലാവർക്കും അറിയാവുന്നതാണ്. 2 കവർ ബൂസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അത് ഇട്ടു. പിന്നെ 5 രൂപയുടെ ചെറിയ സാഷി ഉണ്ടല്ലോ, അങ്ങനത്തെയാണ്. 2 പാക്കറ്റ് ഹോർലിക്സ്, അതും ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നട്ട്സ് ആവശ്യമുണ്ട്. നട്ട്സൊന്നുമല്ല, കുറച്ച് കപ്പലണ്ടി ആവശ്യമുണ്ട്. പിന്നെ ഒരു മഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഈ ചൂട് സമയത്ത് ഉച്ചയ്ക്ക് ഒരു ഷേക്ക് കുടിക്കാനൊക്കെ നമുക്ക് തോന്നുമല്ലോ. വീട്ടിലിപ്പോൾ നമുക്ക് സാധാരണ മിക്കവാറും വീട്ടിൽ ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ കാണുമല്ലോ. അത് ഉപയോഗിച്ച് ഈ എല്ലാ ഇൻഗ്രീഡിയൻ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, തണുത്ത കട്ടിപ്പാലും കുറച്ച് ബൂസ്റ്റും ഒരു പഴവും ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഷേക്ക് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. നമ്മളാണെങ്കിൽ ഇന്നലെ തന്നെ പാല് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിരുന്നു. പിന്നെ കുറച്ച് കപ്പലണ്ടി, നല്ല കട്ടി പാല് എടുത്ത് നമ്മൾ വെച്ചേക്കുകയാണെങ്കിൽ, നമ്മുടെ കയ്യിലാണെങ്കിൽ സാധാരണ മറ്റേ പഴമില്ലായിരുന്നു, റോബസ്റ്റ പഴമാണ്. ഏത് പഴം, ഇങ്ങനെ ആ പഴം വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ പഴം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പാല് നല്ല കട്ടിപ്പാലാണ്. നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. നല്ല തിക്കായിട്ടുള്ള ഷേക്കാണ് നമ്മൾ കിട്ടുന്നത്. ഷേക്കിൻ്റെ കൺസിസ്റ്റൻസി കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കാണുന്ന പോലെ ഒന്നുമല്ല, കുടിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സൂപ്പർ ടേസ്റ്റായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ, തലേ ദിവസം ഒരു 2 കവർ മിൽമേൻ്റെ പാൽ, എന്തെങ്കിലും പാൽ വാങ്ങിച്ച് ഫ്രീസറിൽ വെക്കുക. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കുടിക്കാം. അതിന് മുകളിൽ വെറുതെ ഗാർണിഷിങ്ങിന്, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കുന്നത്. വളരെ സൂപ്പറായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു.